ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ക്യുക്കായിട്ടുള്ള ഒരു മേക്ക് ഓവർ വീഡിയോ, ലൈക്ക് ഒരു പാർട്ടി മേക്കപ്പ് ലുക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു ലുക്ക് വേണമെങ്കിൽ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ മേക്ക് ഓവറിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത് CTM ആണ്, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. ഫസ്റ്റ് തന്നെ മുഖം ക്ലെൻസ് ചെയ്ത് നല്ലൊരു വൈപ്പ് ടിഷ്യൂ എടുത്തിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടോണർ ഹൈഡ്രേറ്റിംഗ് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് ഞാൻ സ്കിൻ പ്രെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ സ്കിൻ പ്രെപ്പിൽ ഞാൻ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ്. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രൈമറാണ്. ഞാൻ മൈ ഗ്ലാമിൻ്റെ തന്നെ ബനാന പ്രൈമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു പ്രൈമർ യൂസ് ചെയ്തേ ഉള്ളൂ. സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ വരാനും അതേപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് കൊടുക്കാനൊക്കെ ഈ പ്രൈമർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് പോലെ നമ്മുടെ മുഖം നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കുന്നത് കളർ കറക്ഷനാണ്. LA Girlന്റെ കൺസീലർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഓറഞ്ച് കൺസീലറാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ്സും അതേപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കൺസീലറാണ്. ലൈറ്റായിട്ട് മാത്രം ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യുക, കാരണം ഓവറായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ അടിയിൽ കൂടെ തെളിഞ്ഞ് വന്നിട്ട് ഒരു ഓറഞ്ച് സ്റ്റോൺ ബേസായിട്ട് മാറും. സോ എപ്പോഴും ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഓറഞ്ച് ടോൺ കൺസീലർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് അത് ന്യൂട്രലൈസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഓറഞ്ച് സ്റ്റോൺ അവിടെ കട്ട് ഓഫ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഞാനിവിടെ ഒരു കൺസീലർ എടുത്തിട്ട് അപ്ലൈ ചെയ്തു. അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് കോഴ്സ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബ്യൂട്ടി ബ്ലെൻഡേഴ്സാണ്. നമ്മളൊരു 80% വെറ്റാക്കി നിർത്തിയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡേഴ്സാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഈ ബ്ലെൻഡേഴ്സ് അബ്സോർബ് ചെയ്യും. സോ ഒന്ന് വെറ്റാക്കിയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡിങ് കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഈവൺലി എല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഷോപ്പാരലിൻ്റെ ഫൗണ്ടേഷനാണ്. നമ്പർ ഷെയ്ഡ് 6 ആണ് എൻ്റെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ സ്ട്രോപ്പ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഈ മിസ്ക് എന്ന് പറയുന്നേ, സോറി, ഇത് മിക്സിങ് ആണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈവൺലി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. സോ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെയാണോ ഡാർക്ക് സർക്കിൾസ് കൂടുതലുള്ളത് ആ ഏരിയയിൽ കുറച്ച് പ്രൊഡക്റ്റ് കൂടുതൽ അപ്ലൈ ചെയ്യണം. ബാക്കിയുള്ള ഏരിയയിൽ ഈവൺലി ആയിട്ട് ഡോട്ട് ഇട്ടിട്ടുള്ള അപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ഇതിലായാലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഈസിയാണ്. കൂടുതൽ ടൈം ബ്ലെൻഡിങ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. സോ നല്ല രീതിയിൽ ബ്ലെൻഡിങ് കൊടുത്ത് ബേസ് ബിൽഡ് ചെയ്യണതിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ഇടുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷേ സത്യം പറയട്ടെ, ഇത്രയെങ്കിലും ഇട്ടാലാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുമ്പോഴേക്കും ബേസ് നല്ല രീതിയിലൊരു ഗ്ലോ ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് കമ്മിയാണ്, കുറവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ് ആവാം, അല്ലെങ്കിൽ അടിയിലത്തെ ലെയർ തെളിഞ്ഞ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോബ്ലമാറ്റിക് സ്കിന്നാണെങ്കിൽ, ലൈക്ക് പിഗ്മെൻറ്റേഷൻ സ്കിന്നുള്ളവരാണെങ്കിൽ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണം. നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ചില നേരത്ത് കാണാം കുട്ടികൾ പറയും, എന്തിനാ ചേച്ചി ഇത്ര പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത്, മിനിമലൈസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന കാണാം. പക്ഷേ ആക്ച്വലി ഇത്ര യൂസ് ചെയ്താലേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റെപ്പാണ് കോൺടോറിങ്.
കോൺടൂറിങ് നമ്മൾ ചെയ്യണത് എപ്പോഴും നല്ലൊരു ഷേപ്പ് ഡെവലപ്പ് ചെയ്യാനാണ്. ഫേസിന് നല്ലൊരു ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടൂറിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു മിനിമലൈസിങ് ആയിട്ടുള്ള കോൺടൂറിങ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ചീക്ക് ബോൺസ്, ജോ ലൈന്, നേസൽ ബോൺസ്, ഇത്രയും ഏരിയയാണ് ഞാൻ കോൺടൂർ ചെയ്തത്. അതും 3 ഡോട്ട്സ് അല്ലെങ്കിൽ 4 ഡോട്ട്സ് ആണ്. ഡാർക്ക് കൺസീലറാണ് അതിന് ഞാൻ യൂസ് ചെയ്തത്. ക്രീമി ടെക്സ്ചർ കോൺടൂറിങ് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. നല്ല വിസിബിളായിട്ട് കാണാൻ ക്രീമി ടെക്സ്ചറിലുള്ള കോൺടൂർസ് ആയിരിക്കും കേട്ടോ. സോ ഇപ്പോൾ തന്നെ നമ്മളൊരു സ്കൾപ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോൺടൂറിങ് കൊടുക്കുന്നതാണ് ഫേസിന് എപ്പോഴും നമ്മുടെ ചീക്ക് ബോൺസ് ഹൈലൈറ്റ് ചെയ്യാനും നേസൽ ബോൺസ് ഹൈലൈറ്റ് ചെയ്യാനും ടീ സോൺ ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടൂറിങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നത് ഹൈലൈറ്റിംഗ് ആണ്. എനിക്ക് ഹൈലൈറ്റിംഗ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ്. കാരണം നമുക്ക് ഏത് ഏരിയ ആണോ കൂടുതൽ വിസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നോ അത് കൂടുതൽ നമ്മുടെ ടീ സോൺ ഏരിയാസ് തന്നെയാണ് കേട്ടോ. നേസൽ ബോൺ ഏരിയ, അതുപോലെ ഫോർഹെഡ് ഏരിയ, അണ്ടർ ഐയുടെ ചീക്ക് ബോൺ ഏരിയ, ഈ ഏരിയയിലേക്കാണ് നമ്മൾ ഹൈലൈറ്റിംഗ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജോരെ നമ്മുടെ ലിപ്പിൻ്റെ അടിയിലുള്ള ബോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയയിലും ഹൈലൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ബേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്ന ഏരിയാസാണ് ഇതെല്ലാതും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൺസീലർ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടാണ് ഹൈലൈറ്റിംഗ് കൊടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ കൊടുക്കുന്നത് പൗഡർ സെറ്റിംഗ് ആണ്. ഞാൻ യൂഷ്വലി കോമ്പാക്റ്റ് പൗഡർ സെലക്ട് ചെയ്യാറേ ഇല്ല. ഇപ്പോഴുള്ള എൻ്റെ വർക്കുകളിൽ കുറേ നാളായിട്ട് ഞാൻ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. പകരം ബനാന പൗഡർ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ എന്ന് പറയുന്ന പൗഡറാണ്. ഇത് ഫോറെവറിൻ്റെയാണ് ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്ലെൻഡിങ് നല്ല സ്മൂത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ലിക്വിഡായിട്ട് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബനാന പൗഡറോ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡറോ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നാച്ചുറൽ ഔട്ട്ലുക്ക് വരാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കുന്നത് ബ്ലഷ് ഇടുന്നതാണ്. പൗഡർ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു പൗഡർ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഒരു ക്രീമി ബ്ലഷ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല, സ്യൂട്ടബിൾ അല്ല. അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു പൗഡർ ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കളർ ബാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബ്ലഷ് ഔട്ട്പുട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിപ്പ് ലൈനറാണ് കൊടുത്തത്. നമ്മളെപ്പോഴും ലിപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ലിപ്സിൻ്റെ ഫിനിഷിങ് നമുക്ക് പൂർണ്ണ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലിപ്പ് ലൈനർ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഷൊപ്പാരലിൻ്റെ പാലറ്റിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഞാൻ ചൂസ് ചെയ്തത്. നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ലിപ്സ്റ്റിക്ക് എപ്പോഴും നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ചൂസ് ചെയ്താലാണ് ബെറ്റർ ആവുക കേട്ടോ. എപ്പോഴും ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്സ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഐബ്രോ ബോൺ അല്ലെങ്കിൽ ഐബ്രോ ഫില്ലിംഗ് ആണ്. ഐബ്രോസ് ആണ് നമ്മുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു ഭാഗം. അപ്പം നല്ല രീതിയിൽ ഫില്ലിങ് കൊടുക്കാനായിട്ട് ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ടിപ്പ് ഏരിയയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക, ഷേപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പൗഡർ പ്രൊഡക്റ്റ് PSCയുടെ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തത്. പൗഡർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫില്ലിങ് കൊടുക്കാം. ഇത്രയും ചെയ്താൽ തന്നെ ഐബ്രോ നല്ല ഫിനിഷ് ലുക്കിൽ നമുക്ക് കിട്ടും. ഐബ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിൽ ഞാൻ ചൂസ് ചെയ്തത് ഒരു ഡാർക്ക് ടോൺ കളറും അതുപോലെ ഡാർക്ക് മെറൂൺ റെഡ് കളറും അതുപോലെ തന്നെ ഒരു ലൈറ്റസ്റ്റ് ഷെയ്ഡുമാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബേസ് നല്ല രീതിയിൽ ഡാർക്ക് ടോൺ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നർ കോർണർ ഏരിയയിൽ ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റിൽ നിന്നുള്ളൊരു കളറാണ് ചൂസ് ചെയ്തത്. ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ട്
നല്ല രീതിയിൽ ഇന്നർ കോർണർ കൊടുക്കുക ചെയ്തത് കേട്ടോ. സോറി, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കത് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. സോറി ഫോർ ദാറ്റ്. പിന്നെ നമ്മൾ ലോവർ ലൈനിൽ നമ്മൾ ആ അപ്പർ ലിഡിൽ കൊടുത്ത അതേ ഡാർക്ക് ഐ ഷേഡോൻ്റെ കളറ് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ലൈനും അപ്പർ ലൈനും കണ്ണിൻ്റെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് ഡിഫൈൻ ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. റെനേറെ കാജൽ സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. നല്ല രീതിയിൽ ഹെവി ആയിട്ട് തന്നെ ലോവർ ലാഷ് ലൈൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സ്മഡ്ജ് ചെയ്യും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്. സോ നല്ല ഹെവി ആയിട്ട് തന്നെ തിക്കായിട്ടുള്ളൊരു ലോവർ ലാഷ് ലൈൻ വരച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ മീതെ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പർ ലാഷ് ലൈനിൽ, ടൈറ്റ് ലൈൻ എന്ന് പറയാം ഇതിനെ, അപ്പർ ലാഷ് ലൈൻ നല്ല രീതിയിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എപ്പോഴും കണ്ണെഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വരച്ച് വെച്ച ഒരു ഫീലിംഗ് അതിന് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്മഡ്ജിങ് എഫക്റ്റ് കൊടുക്കാനാണ് നല്ലത്. സോ ഈ ലോവർ ലാഷ് ലൈനിൽ കൊടുത്ത കാജൽ വാട്ടർ പ്രൂഫാണ്, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ പ്രൊഡക്റ്റായ ഐ ഷാഡോൻ്റെ ഡാർക്ക് കളർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മീതെ കൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ലോക്കിംഗ് എന്നാണ് ഇതിനെ പറയാം. അതുപോലെ തന്നെ അപ്പറിൽ ഐലൈനർ എഴുതാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അതുപോലെ ജെൽ ഐലൈനർ യൂസ് ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. ഞാൻ സ്മഡ്ജിങ് മെത്തേഡിനെ യൂസ് ചെയ്തത് ആംഗിൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡാർക്ക് ഐ ഷാഡോ പൗഡർ യൂസ് ചെയ്തിട്ട് അപ്പർ ഐലൈനർ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത്രയും ചെയ്താലാണ് നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ മേക്കപ്പ് ഇതിൽ റൂൾസ് ഇല്ല കേട്ടോ. നമ്മൾക്ക് എന്താണോ ആസ് എ ആർട്ടിസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരുന്നത് അതിനനുസരിച്ചിട്ട് ക്രിയേറ്റിവിറ്റിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ഫൈനലി ഇതായിരുന്നു ലുക്ക്. എല്ലാം ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റിംഗ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഹൈലൈറ്റർ മിസ്സിങ് ഉണ്ടായിരുന്നു. റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ് യൂസ് ചെയ്തത്. നല്ല രീതിയിൽ നേസൽ ബ്രോൺ ഏരിയ, നേസൽ ടിപ്പ് ഏരിയ, അതുപോലെ ചീക്ക് ബോൺ ഏരിയ എല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ്, അപ്വേർഡ് ഡയറക്ഷനിൽ ബ്ലെൻഡിങ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വരുമ്പോൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത് എടുത്ത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റിങ് കൊടുക്കുന്നത്. അങ്ങനെ ഫൈനൽ ഒരു ഔട്ട്പുട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വിത്തിൻ 30 minutes ആണ് ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബ്ലഷ് വിത്ത് നിംസ് മേക്ക് ഓവേഴ്സ് ഇനിയും തുടരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിരുന്നത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ സജഷൻസ് പറയൂ കേട്ടോ. താങ്ക്